തമാശയ്ക്ക് പലരും പറയാറില്ലേ, വീട്ടിലെ സാധനങ്ങൾ വിറ്റുപറക്കി ജീവിക്കുകയാണ് എന്ന്. പാകിസ്ഥാൻ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ്. ദീർഘകാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്ന പാകിസ്ഥാൻ അവരുടെ അഭിമാനമായിരുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് PIA ഒടുവിൽ വിറ്റുകഴിഞ്ഞു. 135 ബില്യൺ രൂപയ്ക്കാണ്, അതായത് പാകിസ്ഥാനി രൂപയ്ക്കാണ് ഈ വിമാന കമ്പനി വിറ്റിരിക്കുന്നത്. വാങ്ങിയത് മറ്റാരുമല്ല, പാകിസ്ഥാനിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പായ ആരിഫ് ഹബീബ് ഗ്രൂപ്പാണ്. ഈ വിൽപ്പനയ്ക്ക് പിന്നിലെ കഥകളും PIAയുടെ വമ്പൻ തകർച്ചയുടെ ചരിത്രവും ഒന്ന് പരിശോധിക്കാം. സാധാരണ ഒരു സാധനം ലേലത്തിന് വെക്കുമ്പോൾ വലിയ മത്സരം ഉണ്ടാകുമല്ലോ. എന്നാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ സംഗതി കുറച്ച് വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ PIA വിൽക്കാൻ വെച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇത്തവണയാകട്ടെ ആരിഫ് ഹബീബ് ഗ്രൂപ്പ് മാത്രമായിരുന്നു ഗൗരവമായി രംഗത്തുണ്ടായിരുന്നത്. ആരിഫ് ഹബീബിനൊപ്പം ലക്കി സിമെന്റ്സ്, അതുപോലെ എബ്ലു എന്നീ കമ്പനികളും ലേലം വിളിച്ചിരുന്നു. ആദ്യമേ പ്ലാൻ ചെയ്തു വന്ന ആരിഫ് ഹബീബിനൊപ്പം ലക്കി സിമെന്റ് ടീമാണ് കടുത്ത വെല്ലുവിളി ഉയർത്തിയവർ. പിന്നാലെ എബ്ലു എന്ന പേര് കേട്ടപ്പോൾ എല്ലാവരും കരുതി ഇവർ വലിയ കളി കളിക്കുമെന്ന്. പക്ഷേ ഇവർ കോട്ട് ചെയ്തത് വെറും 26.5 ബില്യൺ പാകിസ്ഥാനി രൂപ മാത്രമായിരുന്നു. ഇത് കണ്ട സർക്കാർ തന്നെ അന്തം വിട്ടുപോയി കാണും. സർക്കാർ നിശ്ചയിച്ച മിനിമം വില 100 ബില്യൺ ആയിരുന്നപ്പോഴാണ് എബ്ലു വെറും 26.5 ബില്യണുമായി വന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ പുറത്തായി. പിന്നീട് നടന്നത് ആരിഫ് ഹബീബും ലക്കി സിമെന്റും തമ്മിലുള്ള ഉഗ്രൻ പോരാട്ടമായിരുന്നു. വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ലക്കി സിമെന്റിനെ പിന്നിലാക്കി ആരിഫ് ഹബീബ് 135 ബില്യന്റെ ബിഡ് ഉറപ്പിച്ചു. ഇനി ഈ ഡീല് കേവലം ഒരു വിൽപ്പന മാത്രമല്ല, അതിൽ ചില കടുത്ത നിബന്ധനകളുണ്ട്. ഇപ്പോൾ ആരിഫ് ഹബീബ് ഗ്രൂപ്പ് വാങ്ങുന്നത് PIAയുടെ 75% ഷെയറുകളാണ്. ബാക്കിയുള്ള 25% ഓഹരികൾ അടുത്ത 90 ദിവസത്തിനുള്ളിൽ അവർക്ക് തന്നെ വാങ്ങാൻ അവസരമുണ്ട്. വിൽപ്പനയിലൂടെ കിട്ടുന്ന പണത്തിന്റെ മെജോറിറ്റിയും, അതായത് 92.5% തുകയും വിമാന കമ്പനിയുടെ തന്നെ ഉന്നമനത്തിനായി, അതായത് റീഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ഉപയോഗിക്കും. ബാക്കി 7.5% മാത്രമേ പാകിസ്ഥാൻ സർക്കാരിന്റെ കൈവശം എത്തുകയുള്ളൂ. ഇതുകൂടാതെ വെറുതെ കമ്പനി വാങ്ങിയാൽ മാത്രം പോരാ. അടുത്ത 5 വർഷത്തിനുള്ളിൽ PIAയിൽ 80 ബില്യൺ രൂപ കൂടി അധികമായി നിക്ഷേപിക്കാമെന്ന് ആരിഫ് ഹബീബ് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 654 ബില്യൺ രൂപയുടെ ഭീമമായ കടമാണ് സർക്കാരിന് കഴിഞ്ഞ വർഷം ഏറ്റെടുക്കേണ്ടി വന്നത്. ഈ കടബാധ്യതകൾ നീക്കിയ ശേഷമാണ് ഇപ്പോൾ പുതിയ ഉടമകൾക്ക് കമ്പനി കൈമാറുന്നത്. ഇനി ഒരു വിദേശ കമ്പനിയും ഇതിൽ താല്പര്യം കാണിച്ചില്ല എന്നത് പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. 135 ബില്യൺ രൂപ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ തുകയായി തോന്നാമെങ്കിലും ഈ ഒരു രാജ്യത്തിന്റെ നാഷണൽ എയർലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിസ്കൗണ്ട് സെയിൽ പോലെയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസമാണ്. തലവേദന ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇന്ന് തകർന്നു കിടക്കുന്ന ഈ കമ്പനിക്ക് ഒരു കാലത്ത് വലിയൊരു ചരിത്രമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗ്രേറ്റ് പീപ്പിൾ ടു ഫ്ലൈ വിത്ത് എന്ന സ്ലോഗനുമായി ലോകം ചുറ്റിയ എയർലൈൻ ആയിരുന്നു PIA. PIAയുടെ സുവർണകാലം എന്ന് പറയുന്നത് 1960-കളിലായിരുന്നു. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഒന്നായിരുന്നു PIA. ഇന്ന് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസിന് തുടക്കത്തിൽ പരിശീലനവും സാങ്കേതിക സഹായവും നൽകിയത് ഇതേ PIA ആയിരുന്നു. പിന്നീട് രാഷ്ട്രീയ ഇടപെടലുകൾ, അഴിമതി, മോശം മാനേജ്മെന്റ് എന്നിവ കാരണം കമ്പനി പടുകുഴിയിലേക്ക് വീഴുകയായിരുന്നു. കൃത്യസമയത്ത് പറക്കാത്ത വിമാനങ്ങൾ, പൈലറ്റുമാരുടെ വ്യാജ ലൈസൻസ് വിവാദം, യൂറോപ്പിലെ നിരോധനം, അങ്ങനെ PIA ഒരു നാഷണൽ ഡിസാസ്റ്ററായി മാറുകയായിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് ഇന്ന് ആ കമ്പനിക്കുള്ളത്. ഇനിയുള്ള ചോദ്യം, ആരാണ് ഈ ആരിഫ് ഹബീബ്? പാകിസ്ഥാനിലെ അംബാനി എന്നൊക്കെ വേണമെങ്കിൽ ആരിഫ് ഹബീബിനെ വിളിക്കാം. ഫെർട്ടിലൈസർ, സിമെന്റ്, ബാങ്കിംഗ് തുടങ്ങി പാകിസ്ഥാനിലെ ഒട്ടുമിക്ക മേഖലകളിലും ഇദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്. കട്ടപ്പുറത്തിരിക്കുന്ന PIAയെ കരകയറ്റാൻ ഇദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കമ്പനി വാങ്ങിയതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് PIAയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുമെന്നാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്, സുഖമുണ്ട്. പക്ഷെ നടക്കുമോ എന്ന് കണ്ടറിയണം. അടുത്തത് പാകിസ്ഥാനിലെ അവസ്ഥയാണ്. IMFന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങണമെങ്കിൽ സർക്കാർ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിബന്ധനയുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയണം. PIA വിറ്റതിലൂടെ സർക്കാരിന് ഇനി ഇതിലേക്ക് പണം ഒഴുക്കേണ്ടി വരില്ല. പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. രാജ്യത്തിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി വിറ്റു തീർക്കുന്നതിൽ അവർക്ക് വലിയ അമർഷമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ഇനി അടുത്തത് എന്താണ് വിൽക്കാൻ വച്ചിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ സംഗതി ക്ലിയർ ആണ്. PIA ഇനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. സർക്കാരിന്റെ പ്രതീക്ഷയേക്കാൾ 35 ബില്യൺ രൂപ അധികം നൽകാൻ ആരിഫ് ഹബീബ് തയ്യാറായത് ഒരു ശുഭസൂചനയാണോ? അതോ വരാനിരിക്കുന്ന വലിയ വെല്ലുവിളികളുടെ തുടക്കമാണോ? എമിറേറ്റ്സിനെ വളർത്തിയവർക്ക് തങ്ങളുടെ സ്വന്തം വിമാന കമ്പനിയെ രക്ഷിക്കാൻ കഴിയാതെ പോയത് ചരിത്രത്തിലെ തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. കട്ടപ്പുറത്തിരിക്കുന്ന വിമാനങ്ങളെ പറത്താൻ ഈ നിക്ഷേപം കൊണ്ട് സാധിക്കുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യ എയർ ഇന്ത്യയെ ടാറ്റയ്ക്ക് നൽകിയതുപോലെ ഒരു മാറ്റം പാകിസ്ഥാനിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.